എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരൂർ കൃഷ്ണൻകുട്ടി. ശ്രീ പരബ്രഹ്മം ഭജൻസിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പല പ്രധാനപ്പെട്ട വഴികളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരാറുണ്ട്. പക്ഷേ പല വഴികളിലും നമ്മൾ വേണ്ട വിധത്തിൽ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാറില്ല എന്നത് ഒരു സത്യമാണ്. എങ്കിലും ജീവിതത്തിൽ നമുക്ക് ഫലപ്രദമായ ഒരു വഴി, എൻ്റെ ജീവിതത്തിലുണ്ടായ വിജയത്തിന് കാരണമായ പല വഴികളിൽ ഒരു വഴി ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ശ്രീ പരബ്രഹ്മം ഭജൻസിലെ ഒരു ഗാനം ഇവിടെ ആലപിക്കാം. ആ ഗാനം എൻ്റെ ജീവിത വിജയവുമായി വളരെയധികം ബന്ധമുള്ളത് കൊണ്ടാണ് ആ ഗാനം ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത്. ആ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി ചെറിയ ഒരു വിവരണം ഞാൻ തരാം. അതായത്, മന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മന്ത്രങ്ങൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന യന്ത്രമാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ ആലപിക്കുമ്പോൾ, അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോൾ അതോടൊപ്പം നമ്മളുടെ മനസ്സ് സഞ്ചരിക്കുന്നു. ഈ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഏറ്റവും ലളിതമായ ശബ്ദങ്ങളിലൂടെ, ലളിതമായ വാക്കുകളിലൂടെ, ഗാനങ്ങളിലൂടെ നമ്മളെ അഗാധമായ നമ്മുടെ മനസ്സിലെ വിഷമത്തെയും വേദനകളെയും നശിപ്പിക്കാവുന്ന തരത്തിലും, അതുപോലെ തന്നെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും സുഖവും നിലനിർത്താവുന്ന, അതോടൊപ്പം വളർത്താവുന്ന വഴികളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ വ്യക്തമായ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. ഏതായാലും ഇന്ന് ഒരു മന്ത്രത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഗാനമാണ് ഞാൻ ആലപിക്കുന്നത്. ആ മന്ത്രം ഏതാണെന്ന് ആ പാട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറെ പേരും അത് സ്ഥിരമായി രാവിലെ എഴുന്നേറ്റ് ആദ്യമായി നമ്മളുടെ വായിലൂടെ വരുന്ന വാക്കുകളായിരിക്കും ആ മന്ത്രം സാധാരണഗതിയിൽ. ഏതായാലും ഇപ്പോൾ തന്നെ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം എന്താണ് ആ മന്ത്രം എന്ന്. ഏതായാലും ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അത് എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. വർഷങ്ങളോളമായി ഞാനത് ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം കിടന്നിരുന്ന ആ ബെഡിൽ എഴുന്നേറ്റിരുന്ന് കൈകൾ നിവർത്തി കൈകളിലേക്ക് നോക്കി ചൊല്ലുന്ന മന്ത്രമാണ്. ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഏതായാലും ഇത് ചൊല്ലാത്തവരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ അവർ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ ഗാനത്തിലേക്ക് കടക്കാം. തുടർന്ന് ഞാൻ ആ മന്ത്രം അവസാനം എന്തായാലും ചൊല്ലുന്നതാണ്. സന്തോഷം. ദേവി ജഗദംബികേ എൻ കരാഗ്രേ നീ ലക്ഷ്മിയായി വാസിക്കുന്നു. എൻ കരാഗ്രേ നീ ലക്ഷ്മിയായി വസിക്കുന്നു. ധനമേഘ സ്വത്തേക മഹാലക്ഷ്മിയേ, ധനമേഘ സ്വത്തേക മഹാലക്ഷ്മിയേ, നിൻ തിരുമുമ്പിൽ വണങ്ങുന്നിതാ, നിന്നെ നമിക്കും നിതാ. ദേവി ജഗദംബികേ കരമധ്യേ നീ സരസ്വതി ദേവി, കരമധ്യേ നീ സരസ്വതി ദേവി, ജ്ഞാനവിജ്ഞാനമേകി കനിഞ്ഞാലും, ജ്ഞാനവിജ്ഞാനമേകി കനിഞ്ഞാലും നിൻ തിരുമുമ്പിൽ വണങ്ങുന്നിതാ, നിന്നെ നമിക്കും നിതാ. ദേവി ജഗദംബികേ
ജഗദംബികേ ശക്തി സ്വരൂപിണി നീ നിൻ തിരുമുമ്പിൽ വണങ്ങുന്നിതാ നിന്നെ നമിക്കുന്നിതാ ദേവി ജഗദംബികേ. ഇനി ഞാൻ ആ മന്ത്രം ചൊല്ലാം. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ബെഡിൽ തന്നെ ഇരുന്ന് കൈകൾ നിവർത്തി കൈകളിലേക്ക് നോക്കി കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. ഇത്രയുമാണ് ആ മന്ത്രം. ഇത് ദിവസവും ചൊല്ലിയതുകൊണ്ട് എനിക്കുണ്ടായ നേട്ടങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണമാക്കി. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു മിനിറ്റ്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പാട്ടുകൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ജീവിത വിജയത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിലുണ്ടായ വിജയത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് ജീവിത വിജയത്തിന് വേണ്ടി ചെയ്തതല്ലെങ്കിൽ പോലും എനിക്ക് ജീവിത വിജയം നേടിത്തന്ന ചില കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ വീഡിയോ വിടും. അപ്പോൾ അത് കാണുക, അതോടൊപ്പം നമ്മളോടൊപ്പം സഹകരിക്കുക. നന്ദി, നമസ്കാരം.